വർഗീയതയുടെ പേരിൽ നാടിനെ വിഭജിച്ചവർക്കെതിരെ യുദ്ധം ചെയ്തപ്പോൾ അത് അനാവശ്യ യുദ്ധമായി പോയി എന്ന് പറഞ്ഞ ആളാണ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി എന്ന് KM ഷാജി. സ്വരാജ് ഇവിടെ വരുന്നതിന് മുമ്പ് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന അച്യുതാനന്ദനെ പോയി കണ്ടിട്ടൊന്ന് മാപ്പ് ചോദിക്കേണ്ടതാണ്. അനുഗ്രഹമൊന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ ഒരു മാപ്പ് ചോദിച്ച് വരാവുന്നതാണ്. കാരണം അത്ര വലിയ പാതകമാണ് ചെയ്തത്. ഈ യുദ്ധത്തെക്കുറിച്ചുള്ള സ്വരാജിൻ്റെ ഒരു പോസ്റ്റ് വലിയ ചർച്ചയായിരുന്നു. ഈ യുദ്ധം അനാവശ്യമായിരുന്നു എന്ന സ്വരാജിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഇപ്പോഴും ഉണ്ടോ? ഒരു വിശ്വാസി എന്ന നിലക്ക് മുസ്ലിങ്ങളുടെ ആത്മാഭിമാനത്തിന് ഏറ്റിട്ടുള്ള ഏറ്റവും വലിയ ക്ഷയതായിരുന്നു അത്. കലിമ ചൊല്ലണം, ചൊല്ലാത്തവനെ വെടിവെച്ച് കൊല്ലണം, പെണ്ണുങ്ങളെ കൊല്ലില്ല, അതുകൊണ്ട് അവരുടെ മുമ്പിൽ വെച്ച് ആണുങ്ങളെ കൊല്ലും എന്നൊക്കെ പറയുന്ന ഒരു മുസ്ലിം വിശ്വാസികളായ ലോകത്തിലെ സകല മനുഷ്യരുടെയും നെഞ്ചു പിളർക്കുന്ന വെടിയാണ് അവരുതിർത്തത്. അതുകൊണ്ട് ആ യുദ്ധത്തെ ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. ആ യുദ്ധത്തെ ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാണ് കണ്ടത്? സ്വരാജ് ഇവിടെ വരുമ്പോൾ തന്നെ ഉത്തരം പറയേണ്ടുന്ന ചോദ്യമാണ് അത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. CPM പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയ BJPയുടെ ആവശ്യം അവിടില്ല. വർഗീയത അവർ തന്നെ ഇളക്കിവിടും. ഷാഫി പറമ്പിലിന്റെ സ്ക്രീൻഷോട്ടിന്റെ കാര്യം അതിനൊരു ഉദാഹരണം.